നായകൻ. അപ്പൊ അങ്കുത്തിവാരിയായിട്ട് നമ്മൾ ബിബിക്ക് മക്ബറയുടെ നൈറ്റ് വ്യൂയിലേക്ക് നടന്നെടുക്കുകയാണ്. എങ്ങനെയുണ്ട് നിന്റെ അഭിപ്രായത്തിൽ കണ്ടിട്ട്? അടിപൊളി. താജ്മഹലിന്റെ ഒരു ചെറിയ വേർഷൻ ചെയ്തിട്ട് നമ്മൾ പണ്ട് സയൻസ് പ്രോജക്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ? അതൊരു കറക്റ്റ് അല്ലേ? ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ തെർമക്കോളും കൂടെ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഇരിക്കോ അതേപോലെ ഉണ്ട് നേരിട്ട് കാണുമ്പോൾ അല്ലേ? അതെ. പക്ഷേ നമ്മൾ ഈ ചെറിയ പതിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആട്ടോ. അതെ, പിന്നെ മറ്റേ അത്ര ഇല്ല എന്നുള്ളൂ. പക്ഷേ ഇത് വലിയൊരു ബിൽഡിംഗ് ആണ്. ആള് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കണ്ട ആ ഫൗണ്ടനൊക്കെ അതേപോലെ തന്നെ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, അവരുടെ ആ ചിട്ടയായ ക്രമമാണ് എല്ലാത്തിലും ഒരു ഫൗണ്ടൻ അല്ലെങ്കിൽ ഈ ജലത്തിന്റെ ഒരു കണിക എവിടെയെങ്കിലൊക്കെ കാണിക്കുന്നത്. ഇത് 4 എൻട്രൻസിലോട്ടും ഉണ്ടല്ലേ? 4 സൈഡിലേക്കും ഇതിന്റെ പോകുന്നുണ്ട്. അത് അവരുടെ ആർക്കിടെക്ചർ സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്. നമ്മൾ പക്ഷേ മെയിൻ എൻട്രിയിലേക്കാണ്, ബാക്കിയുള്ള എൻട്രൻസിലേക്ക് പോകുന്നതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് എക്സിറ്റും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊതുവെ ആൾക്കാർ വന്ന് ഇത് കണ്ടതിന് ശേഷം തിരിച്ച് റിട്ടേൺ ഈ വഴി തന്നെ പോവുക ചെയ്യുന്നത്. നോക്കു മോനെ, കണ്ട എങ്ങനെയുണ്ട് ഇല്ലേ? ആ ലൈറ്റ് പെർഫെക്റ്റ് ലൈറ്റ്, നിലാവില്ല കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗിംബലൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലെ ഒരു റെഡ്മിയുടെ ഫോണിൽ ഷൂട്ട് ചെയ്തതാട്ടോ. അപ്പോൾ ആ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങൾ ഇത്തിരി പ്രോബ്ലം ഉണ്ട്, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയോ? നമുക്ക് പിന്നീട് കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഈ വിഷ്വൽസ് വീണ്ടും കാണുമ്പോഴാണ് ഇത് ഇങ്ങനെയായിരുന്നല്ലേ, നമ്മൾ ഇവിടേക്ക് കൂടി ആയിരുന്നല്ലേ നടന്നത് എന്നൊരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് തോന്നും. അത് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കാണുമ്പോൾ ഒരു കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. അത് ഏകദേശം ഇത് 1 കൊല്ലമായി നമ്മൾ പോയിട്ട്. പിന്നെ നമ്മൾ അതൊന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് പോകാനായിട്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്തത്. അങ്കൂർ വീഡിയോ എടുക്കുന്നില്ല, അങ്കൂർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്കൂറിന്റെ ഫ്രണ്ട്സിനെ കാണിക്കാനും നാട്ടുകാരെ കാണിക്കാനും. നമ്മൾ പിന്നെ ഓഫ്കോഴ്സ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണല്ലോ വീഡിയോ ഫോട്ടോ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര താജ്മഹൽ പോലെയുള്ള ആർഭാടങ്ങളൊന്നുമില്ല, എങ്കിലും വളരെ നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മിനി താജ്മഹൽ നല്ല അർത്ഥവത്തായ പേരാണ്. നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് നോക്കുന്നത് അതിന്റെ മിനാരങ്ങൾ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോസ്ക്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലിഖിതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും.